പിന്നെ ഹോസ്പിറ്റലിൽ ഡേ 4 ആണ്. ഇന്ന് ഡിസ്ചാർജ് ആണ്. ആക്ച്വലി ഇന്നലെ തന്നെ ചീമ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. കുഞ്ഞിനെ ഓരോ ദിവസം കൂടി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചിത്ര ചേച്ചി 100 വട്ടം ഞാൻ ഈ ചേച്ചിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിലെ കോർഡിനേറ്ററാണ്. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു PRS ഹോസ്പിറ്റൽ. ചീമയുടെ ഡോക്ടർ എന്ന് പറയുന്നത് ബിനീത ഡോക്ടറായിരുന്നു. നല്ല ഡോക്ടറാണ്, നല്ല സപ്പോർട്ടുള്ള, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഡോക്ടറായിരുന്നു. കുഞ്ഞിന് 48 hours വരെ മഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ടേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്തത്. കുഞ്ഞും അമ്മയും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ചീമ ഓൾറെഡി ഇന്നലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരോടും ടാറ്റ ബൈയൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ചെക്കപ്പ് ഡേറ്റും മെഡിസിൻസും ഒക്കെ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് ക്ലിയർ ചെയ്ത ശേഷം നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണ്. ബേബിയെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി ആക്ച്വലി കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. വാവ കൂടി ആയിട്ടുണ്ട്. ഫാമിലിയിൽ ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ബേബിയെ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എത്ര ഇതെന്ന് പറയാൻ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സുഖം അത് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ബേബിയെയും അമ്മയും ആരതിയെല്ലാം ഒഴുങ്ങി വീട്ടിലേക്ക് കയറ്റുകയാണ്. ആൾ സുഖം ഉറക്കാം കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് ആരതിയെല്ലാം ഒഴുങ്ങി ബേബിയെ വെൽക്കം ചെയ്യാണ്. മറ്റുള്ള റീൽസിലും കാര്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ബലൂണും അതും ഇതുമൊക്കെ ചെയ്ത് അങ്ങനത്തെ സെറ്റപ്പൊന്നും നമ്മളില്ല. നമ്മൾ സാധാരണ ഒരാളാണ്. കുഞ്ഞൊരു സെറ്റപ്പ്, ഒരു ചെറിയൊരു ആരതിയെല്ലാം ഒഴുങ്ങി ബേബിയെ ആദ്യമായിട്ട് വലതുകാൽ വെച്ച് കയറ്റി.